കാർട്ടിൻ്റെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ മേക്കപ്പാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ പൊന്നു ഇവിടെ കുഞ്ഞിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാറ്. ഞാൻ മേക്കപ്പ് എന്താ വെച്ചാൽ അവർക്ക് അത്യാവശ്യം പണിയുണ്ട് രണ്ടാൾക്കും. അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ വയസ്സായില്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ മതി എനിക്കുള്ള. അപ്പോൾ ഞാൻ അങ്ങനെ പൊന്നു പറയട്ടെ, അമ്മ ഞാൻ ചെയ്തുതരാം അമ്മ ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്നൊക്കെ പറയും. എന്താ വെച്ചാൽ എനിക്ക് കണ്ണിന് കുറച്ച് കാഴ്ച പറഞ്ഞത് ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോൾ ഫേസിൽ മേക്കപ്പ് എനിക്ക് അറിയാറില്ല. എന്നാൽ ഞാൻ വേണ്ട, ഞാനും കുഞ്ഞിന് സഹായിച്ചു കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാനൊക്കെ സഹായിച്ചു കൊടുക്കണം. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ലൈറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നെ കുറച്ച് വൈകിട്ടാണ്. കുഞ്ഞിൻ്റെ ഫേസ് മേക്കപ്പൊക്കെ പൊന്നു എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഫേസ് മേക്കപ്പ് തീർത്തിരുന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊന്നു കുഞ്ഞിനിടാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊക്കെ ഞാനും ഇടുന്നുണ്ട് കേട്ടോ. എനിക്ക് ശബ്ദമൊക്കെ പോയി തന്നെ സംസാരിക്കുന്നത് ശരിയാവണോ എന്നൊന്നും അറിയേണ്ട, ഭയങ്കര ക്ഷീണമായിരുന്നു എല്ലാവർക്കും. ഇത് എല്ലാവർക്കും എടുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിനെ അവിടെ പൊന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഞാൻ ചെയ്തപ്പോഴേക്കും അതിനായിട്ട് വന്നിട്ട് എനിക്കൊന്ന് ചെയ്തായോ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് അതിനായിട്ട് ചെയ്ത് കൊടുത്തു. എന്താ വെച്ചാൽ അവർ അവിടെ പോയിക്കോട്ടെ, ഞങ്ങൾ എന്തായാലും നേരെ വൈകുമെന്ന് അറിയാം. അപ്പോൾ ആണുങ്ങളും അവിടെ പോയി നിൽക്കാൻ ആരെങ്കിലൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ അവർ പോയി നിന്നോട്ട് വെച്ചിട്ട് ഞങ്ങൾ അതിനായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പറഞ്ഞു വെച്ചിട്ടാ. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ ഇടയിലൊക്കെ ഞാൻ എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഐഷേഡും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടു, കുറച്ച് കൂടുതൽ ഇട്ടിട്ട്. പിന്നെ കുറച്ച് ഗ്ലാമർ ആയിക്കോട്ടെ, കവളൊക്കെ ഒന്ന് ഭംഗിയായിക്കോട്ടെ വെച്ചിട്ട് കവളത്തും ആടിയും മൂക്കും കുറച്ച് ഒരു നേരിയ റെഡ് കളർ കൊടുത്തു. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു കേട്ടോ. ഇതാണ് ഞാൻ ചെയ്ത മേക്കപ്പ് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ കണ്ണും കാര്യങ്ങളൊന്നും എഴുതാറില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മേക്കപ്പ് പെട്ടെന്ന് കഴിയും, 5 മിനിറ്റ് വേണ്ട എനിക്ക് മേക്കപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങളുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് പൊന്നും ഷെബിയും കാർത്തും പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പം ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് മാറുന്നതെന്ന് വെച്ചാൽ അവർ അച്ഛനും മക്കളും കൂടിയിട്ടുള്ള വീഡിയോ കുറച്ച് എടുത്ത് വരട്ടേന്നൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം മാറി നിന്നു കേട്ടോ. അങ്ങനെ അവർ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ. അവരുടെ അടുത്ത് പോയി ചെറുപ്പിച്ചേ ചേർന്ന് ഇവിടെ വെക്കുന്നുണ്ട്. തല കൊണ്ടുവരാണ്ട് ഫ്രണ്ടിക്ക് അവിടെ നിൽക്കണ്ട.
എല്ലാവരും അങ്ങനെ തലേ എനിക്ക് പരമാവധി കേട്ടില്ലെങ്കിൽ ചിരിക്കാണ്ട് അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി കളിപ്പിച്ച് ഇനി എല്ലാവരും അങ്ങോട്ട് പരസ്പരം നടന്നു കേട്ടാ പോലെ റെഡി പറയാ വന്നോളൂ ഉണ്ണി നോക്കിയല്ലേ ഉണ്ണിനെ നോക്കിയേ എല്ലാരും പ്രതീക്ഷിച്ചിരുന്ന നമ്മുടെ ഇന്നത്തെ അതിഥി വേദിയിലോട്ട് പ്രിയപ്പെട്ട ഈ ഒരു നെയിമിംഗ് സെറമണി ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ ആദ്യത്തെ ഒരു മൂവിയിലെ മനോഹരമായ ഒരു രാത്രിയാണ് ആദ്യമായിട്ട് കിടക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷമായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു പാട്ടിലേക്ക് കടക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ഒരു നെയിമിംഗ് സെറമണി
എന്നീത് എന്നിങ്ങൾ തോന്നുമാ കണ്ണീരായി വേഗം തീരും കണ്ണീർ ചേരും കൽക്കണ്ടായി മാറുമാ ആരാരിരാരോ വേദിയിൽ കളിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധകേന്ദ്രമായിട്ടുള്ള ആ ഒരു കുഞ്ഞോമനയുടെ നെയിമിംഗ് സെറമണി, ആ ഒരു പേര് വെളിപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് വേദിയിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരെയും ആ ഒരു ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ഈ ഒരു നിമിഷത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. താങ്ക് യു. നല്ലൊരു കൈഡിയോട് കൂടി നമുക്ക് ആ ഒരു നിമിഷത്തെ വരവേൽക്കാം. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡി കൊടുത്തേ. ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തിന്റെ പേരിൽ ഏറെ സ്നേഹത്തോടെ ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം നേർന്നുകൊണ്ട് നമ്മുടെ പേര് എനിക്ക് ഇവിടെ നിന്ന് കാണാനില്ല, അതുകൊണ്ടാണ് പറയാത്തത്. പ്രാർത്ഥന എന്നാണ് പേര്. അപ്പോൾ നല്ലൊരു കൈയ്യോട് കൂടി നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു പേര് പറയാം. എല്ലാവരും കൈയടിച്ച് എല്ലാവരും വീട്ടിലേക്ക് ഇരിക്കുന്നത് ഗുരുവിനോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെ പേരിലും ഈ ഒരു ദിവസത്തിന്റെ ആശംസകൾ കൂടി നേരുകയാണ്. ഒപ്പം പ്രാർത്ഥനകൾ നേരുന്നു. അടുത്തതായിട്ട് നമുക്ക് എല്ലാവരും പറയാം, നമ്മുടെ വേദിയിൽ കാണുന്ന മനോഹരമായ ഒരു കേക്ക് ഇവിടെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്ക് കട്ടിംഗ് സെറമണിയാണ് അടുത്തതായിട്ട് ഈ ഒരു വേദിയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഏതൊരു സന്തോഷ മുഹൂർത്തത്തിൽ നമ്മൾ എല്ലാവരും തന്നെ മധുരം പങ്കുവെച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു സന്തോഷം പരസ്പരം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേദിയിൽ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് അടുത്തതായിട്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. Ready?
ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് കൂടി പങ്കുചേരാം. തന്നെയാണ് അത് വേറെ റിക്വയർമെന്റ്സ് അനുസരിച്ചിട്ട് വേറൊരു ഡ്രീം പ്രൊജക്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് ആളുകളുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരുപാട് ആളുകളിൽ നിന്ന് ഡ്രോയിങ് ചെയ്യിപ്പിച്ചു. അതിലൊന്നും ഒരു സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളത് എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവരെന്നെ റെഫർ ചെയ്ത് തന്നത്. അതുമായി ഞാൻ ഇവിടെ സൈറ്റിൽ വരികയും മെഷർ ചെയ്യുകയും ഇവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഡിസൈൻ ചെയ്ത് ഇവരെ ഏൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം.
കാരണം നമ്മൾ ഓരോ ക്ലയൻസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് വീട് എന്ന് പറയുന്നത്. അത് എത്രത്തോളം നന്നാക്കി അവരുടെക്കാൾ അധികം സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു. അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവർ പറഞ്ഞ പോലുള്ളൊരു പ്ലാനും അതുപോലെ തന്നെ ഒരു 3D എലിവേഷനും എക്സ്റ്റീരിയർ എലിവേഷനും എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്ലോട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് ഇതിൻ്റെ പ്ലോട്ട്. അപ്പോൾ ഈ ഫംഗ്ഷന് ശേഷമാണ് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഞാൻ വരച്ചതിൽ ഇവർ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിലും സന്തോഷം. ഇങ്ങനൊരു അവസരം ഇവിടെ തരികയും നിങ്ങളോടൊക്കെ സംസാരിക്കാനും പറ്റിയില്ല, അതിലേറെ സന്തോഷം. അപ്പോൾ താങ്ക് യു.
കുക്കേ കുക്കേ Bye.
അങ്ങനെ നമ്മുടെ കാർത്തൂന്റെ പരിപാടികളൊക്കെ അങ്ങനെ നമ്മുടെ കാർത്തുമ്പോഴുള്ള പരിപാടി നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ അല്ലേ, അടിപൊളിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കാർത്തൂൻ്റെ പരിപാടിക്ക് വന്നു. എല്ലാവരും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കളിച്ചു. ഇത് നമ്മുടെ സെന്തുമാമൻ അവരൊന്നും പോയിട്ടില്ല, അവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ ലാസ്റ്റ് പോയാൽ മതി, അവർ ആദ്യം പോകണ്ട വെച്ചിട്ടാ. അപ്പോൾ ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ നമ്മൾക്ക് വീഡിയോ എടുത്തോണ്ട് തന്നത് നമ്മുടെ അമ്മ അപ്പൊക്കെ തന്നെയാണ് കേട്ടോ, ഇവിടെ പിള്ളേർ തന്നെയാണ്. സത്യം ഞാൻ എല്ലാ ഫംഗ്ഷനും നമ്മളവിടെ ഗാനമേളൊക്കെ മറ്റുള്ളവരവിടെ നമ്മളെങ്ങനെ കളിക്കുക വെച്ചിട്ട് ഞാൻ മാറി നിൽക്കൂട്ടാ. അത് അന്വേഷണം ഇഷ്ടമായില്ല വെച്ചാലേ, മറ്റുള്ളവരെ മേടിച്ചിട്ടൊന്നുമല്ല, അത് വേറെ ഇന്ന് ഞാൻ അങ്ങോട്ട് തകർത്തു. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കളിച്ച്. വീഡിയോയിൽ പെട്ടത് മാത്രം മോശമുള്ളൂ. അല്ല, നമ്മൾ തടിയുണ്ട് അറിയാം, കളിക്കുമ്പോൾ കുറച്ച് ബോറിങ്ങാണ്, എന്നാലും നമുക്ക് ഒരു ആത്മസംതൃപ്തി, നമ്മുടെ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ. ഡാൻസ് കളി എന്ത് കുണുക്ക മോനെ ടർക്കി ടാടാ കുണുക്ക. അതെ നമ്മളെ ക്യാമറമാൻ അമ്മു ആയിരുന്നു. അപ്പു കുണുക്ക എന്നാ കുണുക്ക എന്തൊക്കെയാവും ദൈവത്തിന് അറിയണം കേട്ടാ. അതേപോലെ നമുക്ക് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരിലെ ഒരാൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. എന്ത് നമ്മുടെ തിരിയോ
നീല തിരിയൂ തിരിഞ്ഞിക്കോ ഒരുമിച്ചൊക്കെ എല്ലാരും കട്ടതായിട്ട് നിന്ന് ഒരുമിച്ചൊക്കെ നിങ്ങൾ പെടണ്ടേ വാ എനിക്ക് അവിടെ നിൽക്കൂ അങ്ങനെ തന്നെ. അപ്പൊ ഇതാണ് കേട്ടാ, നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഇവരുണ്ടാവും. അത് നമ്മൾ എന്തിപ്പോ പരിപാടി തുടങ്ങുകയാണെങ്കിലും ആദ്യം നമ്മൾ ലീസ്റ്റ് ഇടുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് MK അഖിൽ.